ഇപ്പം ഞങ്ങളെ ഒരു ബിസിനസ് പാരമ്പര്യമൊന്നുമില്ല. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്നും ബിസിനസ്സിലേക്ക് വരണമെന്നുള്ളൊക്കെ ഒരു സ്വന്തമായിട്ടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇതിലേക്ക് വന്നതും. അതേപോലെ പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് കുഴപ്പമില്ല, നന്നായിട്ട് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ രംഗത്തേക്ക് വന്നത്. പക്ഷേ ഫാമിലി നമുക്ക് നമ്മളെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് നമുക്ക് ഫാമിലി സപ്പോർട്ടായിരുന്നു. അതിൽ വേറെ ഫാമിലിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ രീതിയിലാണത് ചെയ്ത് മുന്നോട്ട് വന്നത്. 87-ലാണ് ഈ ബ്രാൻഡ് ഹാപ്പി എന്നുള്ള ബ്രാൻഡ്, ഇപ്പോൾ ഈ ശബരി എന്നുള്ള ബ്രാൻഡ് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല എന്നുള്ളത് തോന്നിയുകൊണ്ടാണ് ഈ ശബരി കുറച്ചും കൂടിയും ആളുകളുടെ ആകർഷിക്കുന്ന പേരാണ് ഹാപ്പി എന്നുള്ളതിലേക്കാണ് നമ്മൾ ഹാപ്പി എന്നുള്ള പേരിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. ഈ ഹാപ്പി ശരിക്കും എങ്ങനെയാ, ആരായിരുന്നു ആ പേര്? അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് തോന്നിയിരുന്നൊരു പേര് അന്നും കിട്ടുന്നു മാത്രമേ ഉള്ളൂ. വേറെ ആരും സജസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും ഇല്ല. നമുക്ക് സ്വന്തം തോന്നിയിരിക്കുന്ന ഒരു പേര്. പ്രത്യേകിച്ച് നമ്മളെ ഫുഡ് ഐറ്റം, ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കഴിച്ചു കഴിഞ്ഞിരിക്കുക വെച്ചാൽ നമുക്കൊരു ഫീലിംഗ്, ഒരു സാധാരണ നിലക്ക് നമുക്കൊരു സന്തോഷത്തിൻ്റെ ഫീലിംഗ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കുക വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആവുന്ന സമയത്തും നമുക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ആവുന്ന സമയത്തും ഒക്കെ നമുക്കൊരു സന്തോഷം മനസ്സിലുണ്ടാവില്ല, ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ആ സന്തോഷം തന്നെ നമ്മളെ ബ്രാൻഡ് നെയിമിന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നുള്ളത് അന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ഹാപ്പി എന്നുള്ള ബ്രാൻഡ് നമ്മളിതിന് തീരുമാനം എടുക്കാനും അങ്ങനെ ബ്രാൻഡ് അതിന് നിശ്ചയിക്കാനൊക്കെ കാരണം.